രാജ്ഭവനിലേക്ക് SFIയുടെ പ്രതിഷേധം, അതിന്റെ തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. പ്രവർത്തകരെ പോലീസ് ബാരിക്കേഡ് ഉപയോഗിച്ച് തടഞ്ഞിട്ടുണ്ട്. മൂന്നിടങ്ങളിലായി പോലീസ് പ്രവർത്തകരെ തടയാനുള്ള നടപടികൾ ഒരുക്കി ഇടമാണ്. മറ്റൊന്ന് പോലീസ് വാഹനങ്ങൾ നിരത്തിക്കൊണ്ട് അതിനേക്കാൾ അല്പം കൂടി പിന്നിലേക്കായി പോലീസിന്റെ പ്രതിരോധമുണ്ട്. മറ്റൊന്ന് രാജ്ഭവന് മുന്നിൽ പോലീസിന്റെ കനത്ത സുരക്ഷ, മുതിർന്ന ഉദ്യോഗസ്ഥരടക്കം അവിടെയുണ്ട്. പ്രവർത്തകരെ അകത്തേക്ക് കടക്കാൻ കഴിയാത്ത തരത്തിൽ പോലീസ് തടയുന്നുണ്ട്. ഇപ്പോൾ 6 തവണ ാണ്. അലക്സ് റാം മുഹമ്മദ് കൂടി വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അലക്സ്, ഇപ്പോഴും പ്രവർത്തകർ പിരിഞ്ഞു പോകാൻ തയ്യാറായിട്ടില്ല. കഴിഞ്ഞ ദിവസം സർവകലാശാലയ്ക്കകത്ത് സർവകലാശാല ആസ്ഥാനത്തുണ്ടായ പ്രതിഷേധവും അതിൻ്റെ ദൃശ്യങ്ങളുമൊക്കെ നമ്മൾ കണ്ടതാണ്. അന്ന് പോലീസിന് പ്രതിരോധം പാളിപ്പോകുന്നതുമൊക്കെ നമ്മൾ കണ്ടു. പക്ഷേ ഇവിടെ കനത്ത സുരക്ഷ തന്നെ പോലീസ് ഒരുക്കിയിരിക്കുന്നു. 3 ഇടങ്ങളിലായി. എന്താണ് ഇപ്പോൾ സംഭവിക്കുന്നത്? വീണ്ടും പ്രവർത്തകർക്ക് നേരെ ജലപീരങ്കി. റിജിത്ത്, SFI നടത്തിയ രാജ്ഭവൻ മാർച്ച് കലുഷിതം, സംഘർഷഭരിതം. 6 തവണ പോലീസ് കനത്ത രീതിയിൽ ജലപീരങ്കി പ്രയോഗിച്ചിട്ടും ഈ പ്രവർത്തകർ പിരിഞ്ഞു പോകാൻ തയ്യാറാകുന്നില്ല. SFI പ്രവർത്തകർ ബാരിക്കേഡ് ഭേദിക്കുന്നതിനുള്ള ശ്രമം നിരന്തരം നടത്തിക്കൊണ്ടേയിരിക്കുന്നു. അവർ അവരുടെ പ്രതിഷേധം ഉയർത്തി, മുദ്രാവാക്യങ്ങൾ ഉയർത്തി അങ്ങനെ തന്നെ നിലയുറപ്പിച്ചിരിക്കുന്നു ഇപ്പോഴും എന്നുള്ളതാണ്. ഈ ഒരു വരുൺ വാഹനം മാത്രമാണ് ഇവിടെ ഉണ്ടായിരുന്നത്. ജലപീരങ്കി വാഹനം ഒരെണ്ണം മാത്രമാണ് പോലീസ് ഇവിടെ ഒരുക്കിയിരുന്നത്. അതിൽ നിന്ന് പരമാവധി ജലം പ്രവർത്തകർക്ക് നേരെ അടിച്ചിട്ട് പോലും ആ പ്രവർത്തകർ അതിൽ നിന്ന് പിരിയാൻ തയ്യാറല്ല. ബാരിക്കേഡ്, ഈ ആദ്യത്തെ ലെയർ സുരക്ഷ തീർത്ത ബാരിക്കേഡ് അവർ തള്ളി മറിച്ച് വെച്ചിരിക്കുന്നത് കാണാം. അത് പ്രവർത്തകർ ഒന്നായി പിടിച്ചാൽ അത് ആ ബാരിക്കേഡ് ഭേദിക്കാൻ സാധിക്കുമെന്ന് പോലീസിന് വ്യക്തമായി ധാരണയുള്ളത് കൊണ്ട് ഇപ്പുറത്തെ വശത്ത് നിന്ന് പോലീസ് ബാരിക്കേഡ് അകത്ത് തിരിച്ചു പുറത്തേക്ക് തള്ളി അവർ അതായത് കായിക ബലത്തിൽ അവർ അങ്ങനെ തള്ളി നിൽക്കുന്നു പോലീസ് ഉദ്യോഗസ്ഥർ. കനത്ത പോലീസ് ബന്ദോബസ്തിലാണ് രാജ്ഭവൻ പരിസരം. കനത്ത സുരക്ഷ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. നിരവധി പോലീസ് ഉദ്യോഗസ്ഥർ, അത് തിരുവനന്തപുരം റൂറലിൽ നിന്നടക്കം കൊല്ലം ജില്ലയിൽ നിന്നടക്കം ക്യാമ്പുകളിൽ നിന്നടക്കം നിരവധി പോലീസ് ഉദ്യോഗസ്ഥർ ഇവിടെയുണ്ട്. കനത്ത സുരക്ഷ, ഏതാണ്ട് ഒരു ട്രിപ്പിൾ ലെയർ സുരക്ഷ ഇവിടെ ഒരുക്കുന്നു. ഇതിൽ ഈ കാണുന്ന വെള്ളയമ്പലത്തിന് സമീപമുള്ള ഈ ബാരിക്കേഡ് ഭേദിച്ച് പ്രവർത്തകർ അകത്തേക്ക് എത്തിയാൽ അവരെ വീണ്ടും അകത്ത് തടയുന്നതിന് പോലീസ് വാഹനങ്ങൾ റോഡിന് കുറുകെയിട്ടാണ് പോലീസ് കവചം തീർത്തിരിക്കുന്നത്. അവിടെയും നിരവധിയായ പോലീസ് ഉദ്യോഗസ്ഥർ അവിടെയും നിലയുറപ്പിച്ചിട്ടുണ്ട്. കനത്ത സുരക്ഷയിൽ പോലീസ് നിൽക്കുമ്പോഴും പ്രവർത്തകർ പിരിഞ്ഞു പോകാൻ കൂട്ടാക്കുന്നില്ല. അവർ പ്രതിഷേധ മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ടേയിരിക്കുന്നു. കഴിഞ്ഞ ദിവസം സർവകലാശാലയിൽ എന്താണോ കണ്ടത്, ആ പ്രതിഷേധത്തിന്റെ ബാക്കിപത്രം രാജ്ഭവനിലേക്ക് എത്തിക്കുന്നു SFI എന്നുള്ളതാണ് അവരുടെ സമരപ്രഖ്യാപനം. അവർക്ക് വൈസ് ചാൻസലർക്കെതിരെയും ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർക്കെതിരെയുമുള്ള അവരുടെ സമരപ്രഖ്യാപനവും പ്രതിഷേധവും മറ്റുമൊക്കെ ഒരു വശത്തുള്ള ബാരിക്കേഡ് ഭേദിക്കുന്നു എന്നുള്ള ശ്രമം, അത് പ്രവർത്തകർ വലിച്ചു മാറ്റിയ ബാരിക്കേഡ് വീണ്ടും പോലീസ് ജലപീരങ്കി പ്രയോഗിക്കുന്നു. പ്രവർത്തകർക്ക് ഭേദിക്കാനുള്ള ശ്രമം നടത്തുന്നു. ബാരിക്കേഡ് മറിച്ചിടാൻ അവിടെ നിന്ന് ആ പ്രദേശത്ത് നിന്ന് ബാരിക്കേഡ് നീക്കാനുള്ള ശ്രമം SFI പ്രവർത്തകരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നു. 7ാമത്തെ തവണയും പോലീസ് ജലപീരങ്കി പ്രയോഗിക്കുന്നതാണ് കാണുന്നത്. പ്രവർത്തകർ പിന്തിരിഞ്ഞു പോകാൻ കൂട്ടാക്കുന്നില്ല എന്നുള്ളതാണ് സമരത്തിന്റെ തീവ്രത കാണിക്കുന്നത്. കാരണം ഈ സമരം അവർ തുടരുമെന്ന് നേരത്തെ പറഞ്ഞതാണ്. ഇന്ന് SFI സംസ്ഥാന വ്യാപകമായി പഠിപ്പ് മുടക്കുന്നുണ്ട്. കേന്ദ്ര സർക്കാർ സ്ഥാപനങ്ങളിലേക്ക് SFI ഈ RSS വൽക്കരണത്തിനെതിരെ ഇന്ന് പ്രതിഷേധ മാർച്ച് വിവിധ ജില്ലകളിൽ സംഘടിപ്പിക്കുന്നുണ്ട്. സർവകലാശാലയിൽ നേരത്തെ നടത്തിയ മാർച്ച് അതിന് നേരെ പോലീസ് സ്വീകരിച്ച നടപടി, SFIയുടെ സംസ്ഥാന സെക്രട്ടറി അടക്കം റിമാൻഡിലാണ്, ജയിലിലാണുള്ളത്. അതിൽ പ്രതിഷേധിച്ചു കൂടിയാണ് SFIയുടെ ഈ രാജ്ഭവൻ മാർച്ച് എന്ന് നേതൃത്വം നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു. ആ പ്രവർത്തകർ ഇപ്പോഴും തമ്പടിച്ചിരിക്കുന്നു. രാജ്ഭവന് മുന്നിൽ പോലീസ് ഒരുക്കിയ ബാരിക്കേഡിന് മുന്നിൽ വെള്ളയമ്പലത്തിന് സമീപം SFI പ്രവർത്തകർ കനത്ത പ്രതിഷേധം ഉയർത്തുന്നു. പോലീസിന്റെ കവചം, ബാരിക്കേഡ് ഉപയോഗിച്ച് പോലീസ് തീർത്ത കവചം, അത് അവർ ഒരു വശത്തേക്ക് പോലീസ് പ്രയോഗം തുടരുന്നു. SFI പ്രവർത്തകർ പിന്തിരിഞ്ഞു പോകാൻ കൂട്ടാക്കുന്നില്ല. വന്ന ചില പ്രവർത്തകർ ബാരിക്കേഡിന് മുകളിലേക്ക് നേരത്തെ ഒരു ഘട്ടത്തിൽ കയറി ബാരിക്കേഡ് ഭേദിച്ച് അകത്തേക്കെത്താൻ ശ്രമം നടത്തിയതാണ്. പക്ഷേ അത് ആ ഘട്ടത്തിൽ വിജയം കണ്ടില്ല. തുടർന്ന് പ്രവർത്തകർ പിൻവാങ്ങിയെങ്കിലും ഈ ബാരിക്കേഡ് ഭേദിക്കുന്നതിനുള്ള നടപടികളുമായി, ആ പ്രതിഷേധവുമായി ബാരിക്കേഡ് അവിടെ നിന്ന് ഇളക്കി മാറ്റി മറിച്ചിടാനുള്ള ശ്രമം